EPSC ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഡിസ്കഷനാണ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 202/2023. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷന്റെ അധികാരിയായി 2022 നിയമിക്കപ്പെട്ട വ്യക്തി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി, എസ് സോമനാഥ്. നിലവിലെ ISRO ചെയർമാനാണ് വി നാരായണൻ. രണ്ടാമത്തെ ചോദ്യം, വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേര് എന്താണ്? വ്യാകരണവും കവിതയും പ്രതിപാദിക്കുന്ന 14-ാം നൂറ്റാണ്ടിലെ സംസ്കൃത ഗ്രന്ഥത്തിന്റെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ, ലീലാതിലകം. മൂന്നാമത്തെ ചോദ്യം, വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? വ്യാപാര വിനിമയ തന്ത്രങ്ങൾ ഇവയിൽ ഏത് ഘടകവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു? ഉത്തരം ഓപ്ഷൻ എ, വിപണനം. നാലാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിൻ്റേത് ആണ്? ലോകത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത അണക്കെട്ട് ഏത് രാജ്യത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ, ചൈന. അഞ്ചാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? താഴെ പറയുന്നവയിൽ ഏതാണ് അടിസ്ഥാന ജീവിത സംരക്ഷണ ഘടകം? ഉത്തരം ഓപ്ഷൻ ബി, പരിസ്ഥിതി. ആറാമത്തെ ചോദ്യം, 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? 6 ലോകകപ്പ് കളിച്ച ആദ്യ വനിതാ ക്രിക്കറ്റ് ക്യാപ്റ്റൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, മിതാലി രാജ്. ഏഴാമത്തെ ചോദ്യം, 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? 2021 ജ്ഞാനപീഠ അവാർഡ് ജേതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, ദാമോദർ മൗസോ. എട്ടാമത്തെ ചോദ്യം, എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? എവിടെയാണ് 1857 കലാപം ആരംഭിച്ചത്? ഉത്തരം ഓപ്ഷൻ സി, മീററ്റ്. ഒമ്പതാമത്തെ ചോദ്യം, എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? എന്നാണ് ദേശീയ ശാസ്ത്ര ദിനം ആചരിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി, ഫെബ്രുവരി 28. പത്താമത്തെ ചോദ്യം, ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? ഏത് വർഷമാണ് അന്താരാഷ്ട്ര സമാധാനത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും വർഷമായി തുർക്ക്മെനിസ്ഥാനിൽ നടത്തിയ UN ജനറൽ അസംബ്ലി പ്രഖ്യാപിച്ചത്? ഉത്തരം ഓപ്ഷൻ സി, 2021. 11ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏതാണ്? ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, ഖൈബർ ചുരം ഇന്ത്യയെയും ഭൂട്ടാനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു എന്നതാണ് തെറ്റായിട്ടുള്ളത്. 12ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയേക്കാൾ വിസ്തൃതിയുള്ള രാജ്യം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, ബ്രസീൽ. 13ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ആനമുടി. 14ാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകം അല്ലാത്തത് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ ശുദ്ധജല തടാകമല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി, സംഭാർ തടാകം. 15ാമത്തെ ചോദ്യം, സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? സർദാർ സരോവർ അണക്കെട്ട് ഏത് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ, നർമ്മദ. 16ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? താഴെ പറയുന്നവയിൽ ജർമ്മനിയുടെ പങ്കാളിത്തത്തോടെ സ്ഥാപിതമായ ഇന്ത്യയിലെ ഇരുമ്പുരുക്ക് നിർമ്മാണശാല ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, റൂർക്കേല. 17ാമത്തെ ചോദ്യം, കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? കോർബ കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം ഛത്തീസ്ഗഡ്. 18ാമത്തെ ചോദ്യം, ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ദേശീയ ജലപാത 2 ഏതൊക്കെ സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ബി, സാദിയ, ധൂബ്രി.
19ാമത്തെ ചോദ്യം, നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്ററിന്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ എ, ഹൈദരാബാദ്. 20ാമത്തെ ചോദ്യം, നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? നറോറ ആണവോർജ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, ഉത്തർപ്രദേശ്. 21ാമത്തെ ചോദ്യം, നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന ഏത് ഭാഷയിലാണ് രചിച്ചത്? ഉത്തരം ഓപ്ഷൻ സി, ബംഗാളി ഭാഷയിൽ. 22ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേമാതരം ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ആനന്ദമഠം. 23ാമത്തെ ചോദ്യം, ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ്? ഇന്ത്യൻ പൗരന്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ്? മൗലികാവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ്, അത് ശരിയാണ്. മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. ഗവൺമെന്റിന്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല, അതും ശരിയാണ്. മൗലികാവകാശങ്ങൾ ന്യായവാർദാഹമല്ല, അത് തെറ്റാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ് വരുന്നത്. 24ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ്? ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ എ, 2005. 25ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, ജസ്റ്റിസ് രംഗനാഥ മിശ്ര. 26ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക കടമകൾ ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നും എടുത്തതാണ്? ഉത്തരം ഓപ്ഷൻ സി, സോവിയറ്റ് യൂണിയൻ. 27ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏതാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്ന് വിശേഷിക്കപ്പെടുന്ന ആർട്ടിക്കിൾ ഏത്? ഉത്തരം ഓപ്ഷൻ എ, ആർട്ടിക്കിൾ 32. 28ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? ഇന്ത്യയുടെ ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി, ആന, കാള, സിംഹം, കുതിര. 29ാമത്തെ ചോദ്യം, കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ്? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സ്വത്തവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഉത്തരം ഓപ്ഷൻ സി ആണ്, സ്വത്തവകാശം. 30ാമത്തെ ചോദ്യം, ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? ത്രിവർണ പതാകയെ ഇന്ത്യയുടെ ദേശീയ പതാകയായി ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ചത് എന്നാണ്? ഉത്തരം ഓപ്ഷൻ എ, 1947 ജൂലൈ 22. 31ാമത്തെ ചോദ്യം, രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏതാണ്? രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച പത്രം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി, സംബാദ് കൗമുദി. 32ാമത്തെ ചോദ്യം, 1907 ജർമ്മനിയിലെ സ്റ്റഡ്ഗഡിൽ വെച്ച് നടന്ന ഇന്റർനാഷണലിന്റെ സമ്മേളനത്തിൽ ത്രിവർണ പതാക ഉയർത്തിയ ഇന്ത്യൻ വനിത ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി, മാഡം ബിക്കാജി കാമ. 33ാമത്തെ ചോദ്യം, പ്രത്യക്ഷരക്ഷാ ദൈവസഭയെന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? പ്രത്യക്ഷരക്ഷാ ദൈവസഭയെന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, കുമാര ഗുരുദേവൻ. 34ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദാരിദ്ര്യത്തിനുള്ള കാരണം ബ്രിട്ടീഷുകാരുടെ സാമ്പത്തിക ചോർച്ചയാണെന്ന് ചോർച്ചാ സിദ്ധാന്തത്തിലൂടെ സമർത്ഥിച്ച ഇന്ത്യൻ സാമ്പത്തിക വിദഗ്ധൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, ദാദാഭായ് നവറോജി. 35ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ ഗവർണർ ജനറൽ ആരാണ്? ഉത്തരം ഓപ്ഷൻ സി, മൗണ്ട് ബാറ്റൻ പ്രഭു. 36ാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ സർവകലാശാല ഏത്? ഉത്തരം ഓപ്ഷൻ ബി, തിരുവിതാംകൂർ സർവകലാശാല.
37ാമത്തെ ചോദ്യം, കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ഉത്തരം ഓപ്ഷൻ എ കെ കേളപ്പൻ. 38ാമത്തെ ചോദ്യം, വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം എന്നീ കൃതികളുടെ രചയിതാവായ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി ചട്ടമ്പി സ്വാമികൾ. 39ാമത്തെ ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരമുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെയുള്ള കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഇടനാട്. 40ാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ശാസ്താംകോട്ട തടാകം. 41ാമത്തെ ചോദ്യം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന കായൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ വേമ്പനാട്ടു കായൽ. 42ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏതാണ്? താഴെ പറയുന്നവയിൽ റെയിൽവേ ഇല്ലാത്ത ജില്ല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി വയനാട്. 43ാമത്തെ ചോദ്യം, ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഏതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മസ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ചെമ്പഴന്തി. 44ാമത്തെ ചോദ്യം, കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? കേരളത്തിലെ ദേശീയ ജലപാത ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി NW3. 45ാമത്തെ ചോദ്യം, 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? 1817 പ്രൈമറി വിദ്യാഭ്യാസം സൗജന്യമാക്കിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ഗൗരി പാർവതി ബായ്. 46ാമത്തെ ചോദ്യം, വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വൈക്കം സത്യാഗ്രഹ സമരത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് സവർണ ജാഥ സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി മന്നത്ത് പത്മനാഭൻ. 47ാമത്തെ ചോദ്യം, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടത്തിയ അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അവസാനത്തെ ബഹുജന സമരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ക്വിറ്റ് ഇന്ത്യ സമരം. 48ാമത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ഓപ്ഷൻ എ ലാഹോർ. 49ാമത്തെ ചോദ്യം, ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ലോകമാന്യ എന്ന് ജനങ്ങൾ ആദരവോടെ വിളിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ബാലഗംഗാധര തിലക്. 50ാമത്തെ ചോദ്യം, സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ കമ്മീഷൻ. 51ാമത്തെ ചോദ്യം, കേരളത്തിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? കേരളത്തിൽ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 1957. 52ാമത്തെ ചോദ്യം, ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനർസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനർസംഘടിപ്പിക്കുന്നതിനായി രൂപീകരിച്ച സംസ്ഥാന പുനർസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ജസ്റ്റിസ് ഫസൽ അലി. 53ാമത്തെ ചോദ്യം, ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം ഏതാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരം ആദ്യമായി ആരംഭിച്ച സ്ഥലം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മീററ്റ്. 54ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ ദേശീയോത്സവം ഏതാണ്? കേരളത്തിൻ്റെ ദേശീയോത്സവം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ഓണം. 55ാമത്തെ ചോദ്യം, വടക്കുകിഴക്കൻ മൺസൂൺ കാലം കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? വടക്കുകിഴക്കൻ മൺസൂൺ മഴക്കാലം കേരളത്തിൽ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ സി തുലാവർഷം.
56-ാമത്തെ ചോദ്യം വരിക വരിക സഹചരെ വലിയ സഹന സമരമായി. ഈ സ്വതന്ത്ര സമരഗാനത്തിന്റെ രചയിതാവ് ആരാണ്? വരിക വരിക സഹചരെ വലിയ സഹന സമരമായി. ഈ സ്വതന്ത്ര സമരഗാനത്തിന്റെ രചയിതാവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി അംശി നാരായണപിള്ള. 57-ാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആലപ്പുഴ. 58-ാമത്തെ ചോദ്യം തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? തിരുവിതാംകൂറിലെ മുഖ്യ നിരത്തുകളിലൂടെ വില്ലുവണ്ടിയിൽ സഞ്ചരിച്ച് ചരിത്രം സൃഷ്ടിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ അയ്യങ്കാളി. 59-ാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ റെയിൽവേ പാത നിർമ്മിച്ച വർഷം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ റെയിൽ പാത നിർമ്മിച്ച വർഷം. ഉത്തരം ഓപ്ഷൻ എ 1861. 60-ാമത്തെ ചോദ്യം കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി ഏതാണ്? കേരളത്തിൽ ഉപ്പു സത്യാഗ്രഹം നടന്നതിൻ്റെ പ്രധാന വേദി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി പയ്യന്നൂർ. 61-ാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ തിരഞ്ഞെടുക്കുക. ഉത്തരം ക്ഷയവും ചിക്കൻ ബോക്സുമാണ് 1ഉം 3ഉം. ഉത്തരം ഓപ്ഷൻ ബി. 62-ാമത്തെ ചോദ്യം ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? ആഹാരവസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല്. ഉത്തരം ഓപ്ഷൻ സി കോമ്പല്ല്. 63-ാമത്തെ ചോദ്യം ലിംഗാധിഷ്ഠിത അക്രമ അഥവാ സാമൂഹിക ദുരുപയോഗത്തിന് ഇരയായവർക്കുള്ള മെഡിക്കൽ പരിചരണം എന്ന വിഷയത്തിൽ കേരള സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഭൂമിക. 64-ാമത്തെ ചോദ്യം സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സ്കർവി ഏത് വിറ്റാമിനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ സി വിറ്റാമിൻ സി. 65-ാമത്തെ ചോദ്യം രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? രക്തത്തിലെ ദ്രാവക ഭാഗം ഏത് പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ഓപ്ഷൻ ഡി പ്ലാസ്മ. 66-ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നെല്ലിൻ്റെ സങ്കര ഇനങ്ങളല്ലാത്തത് ഏതാണ്? നെല്ലിൻ്റെ സങ്കര ഇനങ്ങളിൽ അല്ലാത്തത് ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ 2ഉം 4ഉം അനാമിക ആർക്ക. 67-ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? താഴെ പറയുന്നവയിൽ ഇലകൾക്ക് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണകം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആന്തോസയാനിൻ. 68-ാമത്തെ ചോദ്യം എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന് ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണ്? എണ്ണ മലിനീകരണം തടയാൻ കഴിവുള്ള സൂപ്പർ ബഗുകൾ എന്ന ജനിതകമാറ്റം വരുത്തിയ ബാക്ടീരിയയെ വികസിപ്പിച്ച ഇന്ത്യൻ വംശജന ശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി ആനന്ദ് മോഹൻ ചക്രവർത്തി. 69-ാമത്തെ ചോദ്യം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ സി കാസർഗോഡ്. 70-ാമത്തെ ചോദ്യം സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? സൈലന്റ് വാലി വന്യജീവി സങ്കേതം ദേശീയോദ്യാനമായി പ്രഖ്യാപിക്കപ്പെട്ട വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി 1984. 71-ാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും ഐസോടോപ്പുകളുടെ ജോഡി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി. 72-ാമത്തെ ചോദ്യം അപദ്രവങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗിക്കപ്പെടുന്ന സാന്ദ്രണ മാർഗം ഏതാണ്? അപദ്രവങ്ങൾക്ക് അയിരിനേക്കാൾ സാന്ദ്രത കുറവാണെങ്കിൽ ഉപയോഗിക്കപ്പെടുന്ന സാന്ദ്രണ മാർഗം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ജലപ്രവാഹത്തിൽ കഴുകിയെടുക്കൽ. 73-ാമത്തെ ചോദ്യം റയർ എർത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏതാ? റയർ എർത്ത്സ് എന്ന പേരിൽ അറിയപ്പെടുന്ന മൂലകങ്ങൾ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ലാന്തനോയിഡ്സുകൾ. 74-ാമത്തെ ചോദ്യം ഘനജലത്തിൻ്റെ രാസസൂത്രം ഏതാണ്? ഘനജലത്തിൻ്റെ രാസസൂത്രം ഏത്? ഉത്തരം ഓപ്ഷൻ സി D2O. 75-ാമത്തെ ചോദ്യം ക്ലോറോഫെനിക്കോൾ എന്ന ഔഷധം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ക്ലോറോംഫെനിക്കോൾ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഉത്തരം ഓപ്ഷൻ ബി ആൻറ്റിബയോട്ടിക്.
76-ാമത്തെ ചോദ്യം തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി സംവഹനം. 77-ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? പാരമ്പര്യ ഊർജ സ്രോതസ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി മണ്ണെണ്ണ. 78-ാമത്തെ ചോദ്യം ഇന്ത്യയുടെ ചൊവ്വ ദൗത്യം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി മംഗൾയാൻ. 79-ാമത്തെ ചോദ്യം പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്താണ്? പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിൻ്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ എ അപവർത്തനം. 80-ാമത് ചോദ്യം ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം ഏതാണ്? ഒരു വസ്തുവിൻ്റെ സ്വന്തം അക്ഷത്തെ അടിസ്ഥാനമാക്കിയുള്ള ചലനം. ഉത്തരം ഓപ്ഷൻ ബി ഭ്രമണം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 14/2023. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏതാണ്? G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി രാജ്യാന്തര വ്യാപാരത്തിൻ്റെ 75% ഉൽപ്പാദനം. G20 രാജ്യങ്ങളുടെ ലക്ഷ്യങ്ങളിൽ പെടുന്നത് ആഗോള സാമ്പത്തിക വളർച്ച പുനഃസ്ഥാപിക്കുക, രാജ്യാന്തര സാമ്പത്തിക വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുക, രാജ്യാന്തര ധനകാര്യ സ്ഥാപനങ്ങളുടെ നവീകരണം. രണ്ടാമത്തെ ചോദ്യം ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്നാണ്? ഇന്ത്യൻ നാവികനായ അഭിലാഷ് ടോമി സമുദ്രമാർഗം ലോകം ചുറ്റി സഞ്ചരിച്ച് മുംബൈയിൽ തിരിച്ചെത്തിയത് എന്ന്? ഉത്തരം ഓപ്ഷൻ സി 2013 മാർച്ച് 31. മൂന്നാമത്തെ ചോദ്യം സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സമപന്തി ഭോജനം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമികൾ. നാലാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഉഷ്ണ മരുഭൂമിയിലെ ഗോത്രവർഗ്ഗങ്ങൾ ഏതെല്ലാം? താഴെ പറയുന്നവയിൽ ഉഷ്ണ മരുഭൂമിയിലെ ഗോത്രവർഗ്ഗങ്ങൾ ഏതെല്ലാം? ബുഷ്മൻ, തോറക്ക് എന്നിവയാണ്. ഉത്തരം ഓപ്ഷൻ എ 2ഉം 4ഉം. അഞ്ചാമത്തെ ചോദ്യം ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? ബച്പൻ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? ഉത്തരം ഓപ്ഷൻ ബി കൈലാസ് സത്യാർത്ഥി. ആറാമത്തെ ചോദ്യം മീൻ വിറ്റ് പകരം നേടിയ നെൽക്കുമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി തിരിച്ചറിയുക. മീൻ വിറ്റ് പകരം നേടിയ നെൽക്കൂമ്പാരം കൊണ്ട് വീടും ഉയർന്ന തോണികളും തിരിച്ചറിയാൻ പാടില്ലാതായി. ഈ വരികൾ ഉൾക്കൊള്ളുന്ന സംഘകാല കൃതി തിരിച്ചറിയുക. ഉത്തരം ഓപ്ഷൻ ബി പുറനാനൂറ്. ഏഴാമത്തെ ചോദ്യം ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ ഏത്? ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ ഏത്? ഉത്തരം ഓപ്ഷൻ എ മൂലധനം. എട്ടാമത്തെ ചോദ്യം 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആരാണ്? 2022 ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോളിൽ ഗോൾഡൻ ബൂട്ട് ലഭിച്ച കളിക്കാരൻ ആര്? ഉത്തരം ഓപ്ഷൻ ഡി കിലിയൻ എംബാപ്പെ. ഒൻപതാമത്തെ ചോദ്യം 2013 ഒടുവിൽ സൗരയൂഥത്തിൽ എത്തിയ വാൽ നക്ഷത്രം ഏതാണ്? 2013 ഒടുവിൽ സൗരയൂഥത്തിൽ എത്തിയ വാൽ നക്ഷത്രം ഏത്? ഉത്തരം ഓപ്ഷൻ എ ഐസൺ. പത്താമത്തെ ചോദ്യം മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏതാണ്? മധ്യകാല യൂറോപ്പിൽ സ്പെയിനിൽ നിലനിന്നിരുന്ന സർവകലാശാല ഏത്? ഉത്തരം ഓപ്ഷൻ ബി പാർമ. 11ാമത്തെ ചോദ്യം ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശ ഏതാണ്? ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 82 ഡിഗ്രി 30 മിനിറ്റ് ഈസ്റ്റ്. 12ാമത്തെ ചോദ്യം ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശരേഖ ഏതാണ്? ഇന്ത്യയിൽ കൂടി കടന്നു പോകുന്ന പ്രധാനപ്പെട്ട അക്ഷാംശരേഖ ഏത്? ഉത്തരം ഓപ്ഷൻ ഡി 23 ഡിഗ്രി 30 മിനിറ്റ് നോർത്ത്. 13ാമത്തെ ചോദ്യം ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ്? ഇന്ത്യയുടെ അക്ഷാംശീയ രേഖാംശീയ വ്യാപ്തി ഏകദേശം എത്ര കോണീയ അളവാണ്? ഉത്തരം ഓപ്ഷൻ എ 30 ഡിഗ്രി. 14ാമത്തെ ചോദ്യം ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം ഏതാണ്? ഹിമാനിയുടെ കനമേറിയ ഒരു നിക്ഷേപണ ഭൂരൂപം ഏത്? ഉത്തരം ഓപ്ഷൻ ബി കരേവ.
15-ാമത്തെ ചോദ്യം കൃഷി അധിഷ്ഠിത വ്യവസായം താഴെ പറയുന്നവയിൽ ഏതാണ്? കൃഷി അധിഷ്ഠിത വ്യവസായം താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ പഞ്ചസാര വ്യവസായം. 16-ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം ഏതാണ്? ഇന്ത്യയിലെ ആദ്യ തുറമുഖാധിഷ്ഠിത ഉരുക്കുശാല സ്ഥാപിതമായ പ്രദേശം ഏത്? ഉത്തരം ഓപ്ഷൻ ബി വിശാഖപട്ടണം. 17-ാമത്തെ ചോദ്യം ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏതാണ്? ഹിമാചൽ പ്രദേശ് ടിബറ്റ് പ്രദേശങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ഷിപ്കില. 18-ാമത്തെ ചോദ്യം ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതാണ്? ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏത്? ഉത്തരം ഓപ്ഷൻ സി കൽക്കരി. 19-ാമത്തെ ചോദ്യം ഇന്ത്യൻ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏതാണ്? ഇന്ത്യയിൽ ഗ്രാമീണ റോഡുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായ വസ്തുത ഏത്? ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്നു. ഈ റോഡുകളുടെ നിർമ്മാണവും പരിപാലനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് നിർവഹിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2 എന്നിവ മാത്രമാണ് ശരിയായിട്ടുള്ള വസ്തുതകൾ. 20-ാമത്തെ ചോദ്യം ഏതു വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? ഏതു വർഷമാണ് ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ടത്? ഉത്തരം ഓപ്ഷൻ ബി 1986. 21-ാമത്തെ ചോദ്യം സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? സ്ത്രീകളുടെ ഉന്നമനത്തിനായി ആര്യ മഹിളാ സഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ എ രമാബായ്. 22-ാമത്തെ ചോദ്യം തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിനു വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം ഏതാണ്? തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവിനു വേണ്ടി ഗാന്ധിജി നടത്തിയ സത്യാഗ്രഹ സമരം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി അഹമ്മദാബാദ് സത്യാഗ്രഹം. 23-ാമത്തെ ചോദ്യം ഗാന്ധിജി കൈസറിയ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? ഗാന്ധിജി കൈസറിയ ഹിന്ദ് ബഹുമതി ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെ നൽകിയത് ഏത് സംഭവത്തിൽ പ്രതിഷേധിച്ചിട്ടാണ്? ഉത്തരം ഓപ്ഷൻ ബി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. 24-ാമത്തെ ചോദ്യം നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെ? നാഗന്മാരുടെ റാണി എന്ന് ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ എ ഗൈഡിലിയു. 25-ാമത്തെ ചോദ്യം ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏതാണ്? ചൗരി ചൗര സംഭവം നടന്ന വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ എ 1922. 26-ാമത്തെ ചോദ്യം 1953-ൽ രൂപം കൊടുത്ത സംസ്ഥാന പുനർസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? 1953-ൽ രൂപം കൊടുത്ത സംസ്ഥാന പുനർസംഘടനാ കമ്മീഷന്റെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ സി ഫസൽ അലി. 27-ാമത്തെ ചോദ്യം ഇന്ത്യൻ താഷ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഇന്ത്യൻ താഷ് കോൺഗ്രസിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിക്കുന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം എവിടെ വെച്ചാണ് നടന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ലാഹോർ സമ്മേളനം. 28-ാമത്തെ ചോദ്യം 1940-ൽ ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിനു വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെ? 1940-ൽ ആരംഭിച്ച വ്യക്തി സത്യാഗ്രഹത്തിനു വേണ്ടി ഗാന്ധിജി ആദ്യം തിരഞ്ഞെടുത്തത് ആരെയാണ്? ഉത്തരം ഓപ്ഷൻ സി വിനോബ ഭാവെ. 29-ാമത്തെ ചോദ്യം ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്ന ധീരവനിത ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്ന ധീരവനിത ആര്? ഉത്തരം ഓപ്ഷൻ എ അരുണ അസഫ് അലി. 30-ാമത്തെ ചോദ്യം ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ്. 31-ാമത്തെ ചോദ്യം 1924-ലെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ആരാണ്? 1924-ലെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി സി കെ ലക്ഷ്മണൻ. 32-ാമത്തെ ചോദ്യം കേരളത്തിന്റെ വിസ്തൃതി എത്രയാണ്? കേരളത്തിന്റെ വിസ്തൃതി എത്രയാണ്? ഉത്തരം ഓപ്ഷൻ എ 38,863 ചതുരശ്ര കിലോമീറ്റർ. 33-ാമത്തെ ചോദ്യം കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കിഴക്കിൻ്റെ വെനീസ് എന്നറിയപ്പെടുന്ന ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആലപ്പുഴ. 34-ാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏതാണ്? കേരളത്തിൽ ഏറ്റവും അധികം വനമേഖലയുള്ള ജില്ല ഏത്? ഉത്തരം ഓപ്ഷൻ സി ഇടുക്കി.
35-ാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ടുകായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമ്പനാട്ടുകായൽ ഏതെല്ലാം ജില്ലകളിൽ വ്യാപിച്ചു കിടക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി ആലപ്പുഴ, കോട്ടയം, എറണാകുളം. 36-ാമത്തെ ചോദ്യം കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്രയാണ്? കേരളത്തിലെ ഏറ്റവും ഉയർന്ന കൊടുമുടിയായ ആനമുടിയുടെ ഉയരം എത്ര? ഉത്തരം ഓപ്ഷൻ ബി 2695 മീറ്റർ. 37-ാമത്തെ ചോദ്യം കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട്? കേരളത്തിൽ എത്ര പട്ടികജാതി സംവരണ നിയോജക മണ്ഡലങ്ങൾ ഉണ്ട്? ഉത്തരം ഓപ്ഷൻ ബി 14. 38-ാമത്തെ ചോദ്യം കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏതു വർഷം? കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് രൂപീകൃതമായത് ഏതു വർഷമാണ്? ഉത്തരം ഓപ്ഷൻ ഡി 2005. 39-ാമത്തെ ചോദ്യം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം കണ്ടെത്തുക. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ കിട്ടുന്ന മൺസൂൺ കാലം കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ബി ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. 40-ാമത്തെ ചോദ്യം കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം ഏത്? കേരള നിയമസഭ കേരള പഞ്ചായത്തി രാജ് നിയമം പാസാക്കിയ വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 1994. 41-ാമത്തെ ചോദ്യം 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവിനെ കണ്ടെത്തുക. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ സി EMS നമ്പൂതിരിപ്പാട്. 42-ാമത്തെ ചോദ്യം 1921 അഖില കേരളാടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? 1921 അഖില കേരളാടിസ്ഥാനത്തിലുള്ള പ്രഥമ രാഷ്ട്രീയ സമ്മേളനം നടന്നത് എവിടെ വെച്ചാണ്? ഉത്തരം ഓപ്ഷൻ എ ഒറ്റപ്പാലം. 43-ാമത്തെ ചോദ്യം ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീച്ച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പ് വെണ്ണീച്ച ഭരണം എന്ന പ്രയോഗത്തിലൂടെ പ്രകടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ബി വൈകുണ്ഠസ്വാമികൾ. 44-ാമത്തെ ചോദ്യം ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഋതുമതി എന്ന നാടകത്തിൻ്റെ രചയിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ ബി പ്രേംജി. 45-ാമത്തെ ചോദ്യം തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടു കൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു? തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തോടു കൂടി ശ്രീമൂലം തിരുനാളിന് സമർപ്പിക്കപ്പെട്ട നിവേദനം ഏതായിരുന്നു? ഉത്തരം ഓപ്ഷൻ ഡി മലയാളി മെമ്മോറിയൽ. 46-ാമത്തെ ചോദ്യം ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്തു നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി കുമാരഗുരുദേവൻ. 47-ാമത്തെ ചോദ്യം സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ചാണ്? സിവിൽ നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ കെ കേളപ്പൻ്റെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്നത് എവിടെ വെച്ച്? ഉത്തരം ഓപ്ഷൻ എ പയ്യന്നൂർ. 48-ാമത്തെ ചോദ്യം 1904 അധസ്ഥിതർക്കു മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? 1904 അധസ്ഥിതർക്കു മാത്രമായി ഒരു വിദ്യാലയം സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? ഉത്തരം ഓപ്ഷൻ സി അയ്യങ്കാളി. 49-ാമത്തെ ചോദ്യം കയ്യൂർ സമരം നടന്ന വർഷം ഏത്? കയ്യൂർ സമരം നടന്ന വർഷം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി 1941 മാർച്ച് 28. 50-ാമത്തെ ചോദ്യം കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയത് ആരാണ്? കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പട്ടിണി ജാഥ നടത്തിയത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി AK ഗോപാലൻ. 51-ാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ബി സ്വത്ത് സമ്പാദിക്കാനുള്ള സ്വാതന്ത്ര്യം. 52-ാമത് ചോദ്യം ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആരാണ്? ഒരു അന്താരാഷ്ട്ര വേദിയിൽ ഇന്ത്യയുടെ ത്രിവർണ പതാക ആദ്യമായി ഉയർത്തിയത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി മാഡം ബിക്കാജി കാമ. 53-ാമത് ചോദ്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരാണ്?
ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആര്? ഉത്തരം ഓപ്ഷൻ എ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ്. 54-ാമത്തെ ചോദ്യം ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഇന്ത്യൻ പൗരന്റെ മൗലിക കടമകളുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നവയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി പൗരാവകാശങ്ങൾ സംരക്ഷിക്കുക. 55-ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ഉത്തരം ഓപ്ഷൻ ഡി വജാഹത്ത് ഹബീബുള്ള. 56-ാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നും എടുത്തതാണ്? ഉത്തരം ഓപ്ഷൻ എ ആനന്ദമഠം. 57-ാമത്തെ ചോദ്യം മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏതാണ്? മൗലിക അവകാശങ്ങളിലെ അവസര സമത്വം ഉൾക്കൊള്ളുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി 16-ാം വകുപ്പ്. 58-ാമത്തെ ചോദ്യം അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്നാണ്? അശോക സ്തംഭം ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്ന്? ഉത്തരം ഓപ്ഷൻ ബി 1950 ജനുവരി 26. 59-ാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ഇന്ത്യയുടെ ദേശീയ 59-ാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിക്കപ്പെട്ടത്? ഉത്തരം ഓപ്ഷൻ ഡി ബംഗാളി ഭാഷയിൽ. 60-ാമത്തെ ചോദ്യം ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായവ കണ്ടെത്തുക. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ശരിയായത് കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ളത്. അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം മൗലികാവകാശമാണ്. 61-ാമത്തെ ചോദ്യം മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏതാണ്? മാംസാഹാരികൾക്ക് ആഹാരം കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ല് ഏത്? ഉത്തരം ഓപ്ഷൻ ബി കോമ്പല്ല്. 62-ാമത്തെ ചോദ്യം ശരീരത്തിലെ പ്രധാന വിസർജനാവയവം ഏതാണ്? ശരീരത്തിലെ പ്രധാന വിസർജനാവയവം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി വൃക്ക. 63-ാമത്തെ ചോദ്യം അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം ഏതാണ്? അസ്കോർബിക് അമ്ലം എന്നറിയപ്പെടുന്ന ജീവകം. ഉത്തരം ഓപ്ഷൻ എ ജീവകം സി. 64-ാമത്തെ ചോദ്യം കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? കേരളത്തിലെ നഗരങ്ങളിലെ ചേരിയിൽ താമസിക്കുന്നവരുടെ സംരക്ഷണത്തിനായി ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ ഉഷസ്. 65-ാമത്തെ ചോദ്യം തൊണ്ടമുള്ളിന് ഡിഫ്തീരിയക്ക് കാരണമായ രോഗാണു ഏതാണ്? തൊണ്ടമുള്ളിന് കാരണമായ രോഗാണു ഏത്? ഉത്തരം ഓപ്ഷൻ ബി ബാക്ടീരിയ. 66-ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരയിനം പച്ചമുളക് ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ സങ്കരയിനം പച്ചമുളക് ഏത്? ഉത്തരം ഓപ്ഷൻ എ ഉജ്ജ്വല. 67-ാമത്തെ ചോദ്യം ചണച്ചെടിയുടെ ഏത് ഭാഗത്ത് നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? ചണച്ചെടിയുടെ ഏത് ഭാഗത്ത് നിന്നാണ് ചണനാരുകൾ ലഭിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി തണ്ട്. 68-ാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം ഏത്? ഉത്തരം ഓപ്ഷൻ എ കോന്നി. 69-ാമത്തെ ചോദ്യം ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ സി മേധാ പട്കർ. 70-ാമത്തെ ചോദ്യം ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം ഏതാണ്? ഹരിതഗൃഹവാതകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാതകം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി കാർബൺ ഡൈ ഓക്സൈഡ്. 71-ാമത്തെ ചോദ്യം ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് എന്താണ്? ഐസ് നിർമ്മിക്കുമ്പോൾ വേഗത്തിൽ ഘനീഭവിക്കുന്നതിനും താഴ്ന്ന താപനില ലഭിക്കുന്നതിനും വേണ്ടി ചേർക്കുന്നത് എന്ത്? ഉത്തരം ഓപ്ഷൻ ബി അമോണിയം ക്ലോറൈഡ്. 72-ാമത്തെ ചോദ്യം മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്? മനുഷ്യ ശരീരത്തിൽ ആഹാരം ഏത് വാതകവുമായി പ്രവർത്തിച്ചാണ് ഊർജം ഉണ്ടാകുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി ഓക്സിജൻ.
73-ാമത്തെ ചോദ്യം ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക ഏതാണ്? ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ ഗുണങ്ങളും നിലനിർത്തുന്ന അതിൻ്റെ ഏറ്റവും ചെറിയ കണിക ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ തന്മാത്ര. 74-ാമത്തെ ചോദ്യം തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? തെളിഞ്ഞ ചുണ്ണാമ്പ് വെള്ളത്തിലേക്ക് കാർബൺ ഡൈ ഓക്സൈഡ് വാതകം കടത്തിവിടുമ്പോൾ ഉണ്ടാകുന്നത് എന്ത്? ഉത്തരം ഓപ്ഷൻ സി കാൽസ്യം കാർബണേറ്റ്. 75-ാമത്തെ ചോദ്യം ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാന്യകത്തിലും മാംസ്യത്തിലും പൊതുവായി അടങ്ങിയിട്ടുള്ളത് ഏതെല്ലാം? ചുവടെ കൊടുത്തിരിക്കുന്ന മൂലകങ്ങളിൽ ധാന്യകത്തിലും മാംസ്യത്തിലും അടങ്ങിയിരിക്കുന്നത് എന്തെല്ലാം? ഉത്തരം വരുന്നത് ഹൈഡ്രജനും കാർബണും. ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം അടങ്ങിയിട്ടുണ്ട്. 76-ാമത്തെ ചോദ്യം പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം ഏതാണ്? പ്രാഥമിക വർണ്ണങ്ങളായ പച്ചയും ചുവപ്പും ചേർന്നാൽ കിട്ടുന്ന നിറം എന്ത്? ഉത്തരം ഓപ്ഷൻ ബി മഞ്ഞ. 77-ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്ക ബലം ഏതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ സമ്പർക്ക ബലം ഏത്? ഉത്തരം ഓപ്ഷൻ സി ഘർഷണ ബലം. 78-ാമത് ചോദ്യം സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏത്? ഉത്തരം ഓപ്ഷൻ എ ബുധൻ. 79-ാമത് ചോദ്യം മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതി ഏത്? മാധ്യമത്തിൻ്റെ സഹായമില്ലാതെ തന്നെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്ന രീതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി വികിരണം. 80-ാമത് ചോദ്യം ഡാഷ് വസ്തുവിൻ്റെ ഭാരം 0 ആയിരിക്കും. ഡാഷ് വസ്തുവിൻ്റെ ഭാരം 0 ആയിരിക്കും. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഭൂമിയുടെ കേന്ദ്രഭാഗത്ത് വസ്തുവിൻ്റെ ഭാരം 0 ആയിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.